അങ്കമാലി ഇൻഡസ്ട്രിയലാണ് ചെയ്തത്. പക്ഷെ ഇന്ന് ആ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് ഇവിടെ കോയമ്പത്തൂര് ഇൻഡസ്ട്രിയലിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇന്ന് തവിടിൽ നിന്ന് ആ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ തന്നെ നമ്മളിനി കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു ഓപ്പറേഷനാണ്. നമ്മുടെ മോളിൽ നിന്ന് നേരെ നെല്ലിന്റെ ഉമി നേരെ ഇതിലേക്ക് വന്ന് വീഴുന്നു. കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ മോളിൽ നിന്ന് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചല്ലേ? അതെ, ഇതാണ് സ്റ്റോർ ചെയ്ത് വെച്ച സാധനം. ഓക്കെ, നേരെ ഇത് താഴേക്ക് വീഴുന്നു. നേരെ ഈ 2 ബൗളിലേക്കാണ് അത് വീഴുന്നത്. ഓക്കെ ഓക്കെ 2 ബൗളിലേക്ക് വീഴുന്നു. ഇത് എത്ര ഗ്രാം വേണം എന്നുള്ളത് നമ്മുടെ ഓരോ പ്ലേറ്റിനും ഡിഫറെന്റ് മെഷർമെന്റ് ആണ്. ഓക്കെ, 10 ഇഞ്ചിന് വേറെ, 12 ഇഞ്ചിന് വേറെ, 6 ഇഞ്ചിന് വേറെ. ഓക്കെ, അപ്പൊ ആ മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് നേരെ നിങ്ങൾക്ക് കാണാം. അത് ഈ വന്നോണ്ടിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇതുപോലെ ഇതിന്റെ അകത്ത് ഫില്ലാകുന്ന പറഞ്ഞത്. രണ്ടിലും ഒരേപോലെയാണ് വന്ന് വീണോണ്ടിരിക്കുന്നത്. അത് ക്ലോസ് ആയി അതിന്റെ കറക്റ്റ് അതിനകത്ത് കയറാനുള്ള അളവ് കയറി നേരെ അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ, ഇവിടെ വന്നിട്ട് ഈ സാധനം അതിലോട്ട് വീഴും അല്ലേ? അതെ, ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് 4ലും വീണിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നേരെ അത് പ്രസ് ചെയ്യാം. ഇതാണ് നേരത്തെ വിനയ് ചേട്ടൻ പറഞ്ഞത്. ഈ പ്രസ്സിംഗ് ആണ് ഏകദേശം. നമസ്കാരം, ഞാൻ സത്യൻ അന്തിക്കാട്. എൻ്റെ താമസം അന്തിക്കാടാണെങ്കിലും തൃശ്ശൂർ ടൗണിൽ ഒരു ആസ്ഥാനമാണെന്ന്, ഒരു സങ്കേതമാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മളൊരു ഒരു ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് 3 മുതൽ 4 മിനിറ്റ് എടുക്കും. 4 മിനിറ്റ് വരെ ഇങ്ങനെ വരെ. ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണിത്? ഇത് നമ്മൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് ഇതിന്റെ മോയ്സ്ചർ വലിച്ചെടുക്കും. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മോയ്സ്ചർ ഇവിടെ തിരിച്ചു വലിച്ചെടുത്തിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്ലേറ്റിന്റെ ഫിനിഷിലേക്ക് എത്തുന്നത്. അതിന് ഒരു 3 മിനിറ്റോളം ഹോൾഡ് ടൈം ഉണ്ട്. ഈ സമയത്ത് ഇവിടെ വീണ്ടും റീഫിൽ നടക്കും. ഓട്ടോമാറ്റിക് ആയിട്ടാണ്. ഓക്കെ, ഈ 3 മിനിറ്റ് കൊണ്ട് ഇവിടെ അടുത്ത സാധനം വരാനുള്ള റീസ്റ്റോർ ആവും. ഇതാണ് ഇതിന്റെ പ്രോസസ് ആയിരിക്കും അല്ലേ? ഇനിയിപ്പോ നമുക്ക് കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് പിക്കിംഗ് ആണ്. അതിങ്ങോട്ട് വരും അല്ലേ? അത് നേരെ ഇവിടെ വന്നു. അതിങ്ങോട്ട് കംപ്ലീറ്റ്ലി ഒരു ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഇത് ഏകദേശം 200 ഡിഗ്രി ചൂടാണ് ഈ സാധനം ഇപ്പൊ വന്നത്. അതങ്ങ് പോയി. അത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെയൊക്കെ വേസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രോസസ് നോക്കുള്ളൂ. കംപ്ലീറ്റ് എയർ അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത് വരും സാധനം വരുള്ളൂ. ആക്ച്വലി ഇപ്പൊ ഈ പമ്പിങ്, ആ എയർ പമ്പിങ് ആണ് ആദ്യം നടക്കുന്നത് അല്ലേ? അതെ. പണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്കമാലി വരുമ്പോ നമ്മൾ ക്ലീൻ ചെയ്ത് വിടുകയായിരുന്നു. അതെ, ആ ക്ലീനിങ് മാറി. അതും കൂടി ഇപ്പൊ മെഷീൻ ആയിപ്പോയി. ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ 12 ഇഞ്ച് നടക്കുമ്പോ നേരെ പുറകെ കാണാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 6 ഇഞ്ചിന്റെ പ്ലേറ്റ്. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നതാണ് നമ്മുടെ വിനയൻ ചേട്ടന്റെ വൈഫ്. അതായത് എനിക്ക് തന്നെ കൂടുതൽ സമയം ഇവിടെ ചേച്ചിയാണോ അല്ലേ? അതെ, കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കുന്ന ഒരു ചേച്ചി. ഫാക്ടറി മൊത്തം പുള്ളിക്കാരിയാണ്. ഒരു സംഭവം നോക്കുന്നത്. ഇതാണ് ഉമി, കണ്ടല്ല? ഈ ഉമി കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉമിയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലേ? അതെ, അതായത് നമ്മുടെ പാലക്കാടൻ മട്ട ആണ് ഈ സാധനം. അതിന്റെ ഉമിയാണ് ഈ കാണുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പാലക്കാടൻ മട്ട എടുക്കുന്നത്? എന്തുകൊണ്ടാണ്? പാലക്കാടൻ മട്ടയുടെ പ്രത്യേകതയാണ് ഈ ചുവന്ന കളറിലുള്ള പ്ലേറ്റ് വരുന്നത്. റെഡ് കളർ, ഓൾമോസ്റ്റ് റെഡ് കളറിൽ വരും. ഇപ്പൊ നമ്മൾ ആന്ധ്രയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിന്റെ കളർ ഒരു മഞ്ഞ കളറായിരിക്കും. മഞ്ഞ കളറാവും. അപ്പൊ ഈ സ്ട്രക്ചർ അങ്ങ് പോകും. സ്ട്രക്ചർ മാറും. ഇതിന്റെ ചെറിയ പ്ലേറ്റ് ആണല്ലേ കാണുന്നത്? അപ്പൊ ഇത് നോക്കി എന്ത് ക്യൂട്ടാണ് നോക്കിയത്. ഇത് രസാണ്. അതായത് ഇത് ഏറ്റവും കൂടുതൽ എന്തിനാണ് ഇത് ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ഏറ്റവും കൂടുതൽ ഇതിന്റെ നമ്മളിപ്പോ ഒരു 7 രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റി വിടുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇത് കൂടുതലും കാറ്ററിംഗ് ഇവന്റ്സ്, വെഡിങ്സ് ഉള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മൾ ഉപയോഗത്തിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ കാലിത്തീറ്റയായിട്ടോ കോഴിത്തീറ്റയായിട്ടോ വളമായിട്ടോ ഇത് ഉപയോഗിക്കാം. 30 ദിവസം കൊണ്ട് മണ്ണിലലിക്കും. 30 ദിവസം. നമുക്ക്